ലിഗമെന്റ് സർജറിക്ക് ശേഷം എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇനീഷ്യൽ ഡേയിൽ തന്നെയാണെന്നും ഫസ്റ്റ് പോസ്റ്റ് ഓപ്പറേറ്റീവ് ഡേ ആണെന്ന് പറയുമ്പോഴും പലപ്പോഴും ചോദിക്കുന്നതാണ്, സർ സ്റ്റിച്ച് ഒക്കെ റിമൂവ് ചെയ്തിട്ട് എക്സസൈസ് ചെയ്താൽ പോരെ, ഇപ്പൊ വേണ്ടത് റെസ്റ്റ് അല്ലേ? ഇവിടെ നിങ്ങൾ റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ആണ് മനസ്സിലാക്കേണ്ടത്. റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെവി എക്സസൈസസ് വെച്ചിട്ടല്ല. ഞങ്ങളുടെ ടീമിന്റെ കൂടെ തന്നെ ജോയിൻ ചെയ്തിട്ട് എക്സസൈസ് റീഹാബിലിറ്റേഷൻ പ്രോട്ടോകോൾ ചെയ്യുന്ന, ഫേസ് 1 ചെയ്യുന്ന, സർജറി ചെയ്തിട്ട് ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ആ സമയത്ത് അധികം എക്സസൈസസ് ചെയ്യാനല്ല പറയുന്നത്, ലെഗിന്റെ പൊസിഷൻ എന്താണെന്നും എങ്ങനെ മൈൽഡ് ആയിട്ട് എക്സസൈസ് ചെയ്യണമെന്നും എങ്ങനെ മുട്ടുമടക്കണമെന്നും എങ്ങനെ ബ്രേസ് അപ്ലൈ ചെയ്യണമെന്നും എങ്ങനെയാണ് കാല് വെച്ചിട്ട് ഇരിക്കേണ്ടതെന്നും നടക്കേണ്ട സിറ്റുവേഷൻസ് എന്തൊക്കെ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്നും ഇങ്ങനെയുള്ള അഡ്വൈസസ് ആണ് ഫസ്റ്റ് ഡേ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഇത് റീഹാബ് പ്രോട്ടോകോളിന്റെ ഭാഗമാണ്. അതിനുശേഷം സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടാണ് എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുന്ന പ്രശ്നം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ 2ാമത്തെയും 3ാമത്തെയും ആഴ്ചയിലൊക്കെ ആയിരിക്കും. തെറ്റില്ല. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ ഈ കൺസർവേറ്റീവ് അഡ്വൈസസ് ലഭിക്കാത്തത് കൊണ്ട് തന്നെ പല സമയത്തും എക്സസൈസ് ചെയ്യുമ്പോൾ വരുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ല. കാരണം ആദ്യത്തെ ദിവസം തൊട്ട് തന്നെ പ്രൈസ് പ്രോട്ടോകോൾ എന്താണെന്നും അതെങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യേണ്ടതെന്നും ഡ്രസ്സിങ്ങും സ്റ്റിച്ചും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊന്നും ബാധിക്കാത്ത രീതിയിൽ എങ്ങനെ അത് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ എക്സസൈസ് കുറച്ച് ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നീര് കൂടി കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ല. പ്രത്യേകിച്ച് 3ാമത്തെ ആഴ്ചയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, സർജറി ചെയ്ത് 3ാമത്തെ ആഴ്ചയിലൊക്കെ എക്സസൈസസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് ഈ ചലഞ്ചസ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. കാരണം ഇവർക്കറിയില്ല നീര് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, നീര് കൂടാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊന്നും അറിയാതെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യും, നീര് കൂടാൻ തുടങ്ങും. എപ്പോഴാണെന്ന് അറിയാമോ? സർജറി കഴിഞ്ഞ് 2ാമത്തെ ആ ഒരു മാസത്തിലേക്ക് കടക്കുന്ന സമയത്ത്. അപ്പോഴേക്കും ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട് മടക്കി ഇരിക്കാനും നടക്കാനും ഒക്കെ സാധിക്കുന്നുണ്ടാവും. അപ്പൊ തന്നെ മിക്ക ആളുകളും പതിയെ പതിയെ ജോലിയിലേക്കും പോയി തുടങ്ങും. അപ്പൊ ജോലിക്ക് പോകുന്ന സ്ട്രെയിനും ഉണ്ടാവും, ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിന്റെ സ്ട്രെയിൻ ഉണ്ടാവും, അതിനോടൊപ്പം തന്നെ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്തതിന്റെ സ്ട്രെയിൻ ഉണ്ടാവും, എക്സസൈസ് ചെയ്യാൻ സമയമില്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും, ഞാൻ ഈ പറയുന്ന നീര് കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങളെല്ലാം ചെയ്യാനുള്ള സമയവും ഇല്ല എന്നുള്ള പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് റിക്കവറി അതിനനുസരിച്ച് വൈകും, നീര് കുറയാനായിട്ട് ടൈം എടുക്കും, ഇങ്ങനെ പലയധികം കോംപ്ലിക്കേഷൻസും വരാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പറയാറ്, അവസരങ്ങൾ നിങ്ങൾ നശിപ്പിക്കരുത്. കാരണം സർജറി ചെയ്തിട്ടുള്ള ഇനീഷ്യൽ 4 ആഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും റെസ്റ്റ് കിട്ടുന്ന ആഴ്ചയാണ്. ആ സമയത്ത് തന്നെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് എങ്ങനെ ചെയ്യണമെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ റിക്കവറി ലഭിക്കും. അത് 100% ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ ഓർക്കുക, ഈ പറഞ്ഞ അഡ്വൈസസ് ഒക്കെ ഞങ്ങളുടെ ടീമിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് കറക്റ്റ് ആയിട്ട് ഞങ്ങളുടെ ടീമിനെ കറക്റ്റ് ടൈമിൽ കോൺടാക്ട് ചെയ്യുക. അല്ലാണ്ട് ഒരാഴ്ച കഴിയട്ടെ, 2 ആഴ്ച കഴിയട്ടെ, 3 ആഴ്ച കഴിയട്ടെ എന്ന് പറയുന്ന സമയത്ത് ഒരുപക്ഷെ നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങളും തിരക്കിലായിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാനും വൈകും. അങ്ങനെയും സാഹചര്യം ഉണ്ടാവാറുണ്ട്. സർജറി കഴിഞ്ഞ് മെസ്സേജ് അയക്കുന്ന മിക്ക ആളുകൾക്കും 5 ദിവസം 6 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഫോളോ അപ്പിലേക്ക് റിപ്ലൈ ഇടാൻ പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കിട്ടേണ്ട അഡ്വൈസസും വൈകും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏർലി റിക്കവറി ലഭിക്കുക തന്നെ ചെയ്യും.